റീഡയറക്ഷൻ പൈപ്സിനെ കുറിച്ചുള്ള ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു 10.04. നിങ്ങൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും കമാൻഡ്സിനെക്കുറിച്ചും ഇപ്പോൾ തന്നെ ഒരു ധാരണയുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് താഴെ പറയുന്ന വെബ്സൈറ്റിൽ മറ്റൊരു സ്പോക്കൺ ട്യൂട്ടോറിയലായി ലഭ്യമാണ്. ലിനക്സ് കേസ് സെൻസിറ്റീവ് ആണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്രത്യേകമായി സൂചിപ്പിക്കാത്ത പക്ഷം ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കമന്റ്സും ലോവർ കേസിൽ ഉള്ളവയാണ്. ലിനക്സിൽ നമ്മൾ ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത് ഒരു ടെർമിനലിലൂടെയാണ്. നമുക്ക് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സാധാരണയായി കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് ഡേറ്റും ടൈമും കണ്ടെത്തണമെന്ന് വിചാരിക്കുക. നമ്മൾ കീബോർഡിൽ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അപ്പോൾ നമ്മൾ സാധാരണയായി കീബോർഡിലൂടെ ഇൻപുട്ട് നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമാൻഡിന്റെ ഔട്ട്പുട്ടും ടെർമിനൽ വീഡിയോയിൽ കാണിക്കുന്നു. കൂടാതെ നമ്മൾ ചില കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചില എററും കാണിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ കാറ്റ് സ്പേസ് എ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുന്നു. നിലവിൽ എ എന്ന പേരിൽ ഒരു ഫയലും ഇല്ല. അതിനാൽ അക്കാര്യം കാണിച്ചുകൊണ്ട് ഒരു എറർ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ ടെർമിനലിലും എറർ റിപ്പോർട്ടിംഗ് കാണിക്കുന്നതിനാൽ ഇപ്പോൾ ഈ എറർ ടെർമിനൽ വിൻഡോയിലും വരുന്നു. കമാൻഡ്സുമായി ബന്ധപ്പെട്ട 3 പ്രത്യേക ആക്ഷനുകളാണ് ഇൻപുട്ടിംഗ്, ഔട്ട്പുട്ടിംഗ്, എറർ റിപ്പോർട്ടിംഗ് എന്നിവ. റീഡയറക്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് 2 പ്രധാന ആശയങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവ സ്ട്രീമും ഫയൽ ഡീസ്ക്രിപ്റ്റിംഗുമാണ്. ബാഷ് പോലൊരു ലിനക്സ് ഷെൽ ഇൻപുട്ടുകളെ സ്വീകരിക്കുകയും ഔട്ട്പുട്ടുകളെ അയക്കുകയും ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന്റെ സീക്വൻസ് അല്ലെങ്കിൽ സ്ട്രീംസ് ആയാണ്. ഓരോ ക്യാരക്ടറും അതിനു മുൻപിൽ നിന്നും അതിനു ശേഷമുള്ളതിൽ നിന്നും സ്വതന്ത്രമാണ്. IO ടെക്നിക്സ് ഉപയോഗിച്ചാണ് സ്ട്രീംസിനെ ആക്സസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സിന്റെയും യഥാർത്ഥ സ്ട്രീം വരുന്നതോ പോകുന്നതോ ഒരു ഫയലിലേക്കോ ഒരു കീബോർഡിലേക്കോ ഒരു വിൻഡോവിലേക്കോ ആണെന്നോ അല്ലെന്നോ ഉള്ളത് വിഷയമല്ല. ലിനക്സിൽ ഒരു പ്രോസസ്സിലെ ഓരോ ഓപ്പൺ ഫയലും ഒരു ഇന്റജർ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ന്യൂമറിക് മൂല്യങ്ങളെ ഫയൽ ഡീസ്ക്രിപ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ലിനക്സ് ഷെൽസ് 3 സ്റ്റാൻഡേർഡ് IO സ്ട്രീംസ് ഉപയോഗിക്കുന്നു. ഓരോന്നും പ്രശസ്തമായ ഒരു ഫയൽ ഡീസ്ക്രിപ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. STD സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമാണ്. ഇത് കമാൻഡ്സിന് ഇൻപുട്ട് നൽകുന്നു. ഇതിന്റെ ഫയൽ ഡീസ്ക്രിപ്റ്റർ 0. STD സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഇത് കമാൻഡ്സിൽ നിന്നുമുള്ള ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇതിന്റെ ഫയൽ ഡീസ്ക്രിപ്റ്റർ 1. STDERR സ്റ്റാൻഡേർഡ് എറർ സ്ട്രീമാണ്. ഇത് കമാൻഡ്സിൽ നിന്നുമുള്ള എറർ ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇതിന്റെ ഫയൽ ഡീസ്ക്രിപ്റ്റർ 2. ഇൻപുട്ട് സ്ട്രീംസ് പ്രോഗ്രാംസിന് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഡീഫോൾട്ടായി ഇവ എടുക്കുന്നത് ടെർമിനൽ കീ സ്ട്രോക്സിൽ നിന്നാണ്. ഡീഫോൾട്ടായി ഔട്ട്പുട്ട് സ്ട്രീംസ് ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ടെർമിനലിൽ പ്രിന്റ് ചെയ്യുന്നു. ടെർമിനലിൽ യഥാർത്ഥത്തിൽ ഒരു ASCII ടൈപ്പ്റൈറ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേ ടെർമിനൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഗ്രാഫിക്കൽ ഡെസ്ക്ടോപ്പിൽ അത് പലപ്പോഴും ഒരു ടെക്സ്റ്റ് വിൻഡോ ആണ്. ഡീഫോൾട്ടായി 3 സ്ട്രീംസ് ചില ഫയലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ലിനക്സിൽ ഈ ഡീഫോൾട്ട് സ്വഭാവം നമുക്ക് മാറ്റാനാവും. നമുക്ക് ഈ 3 സ്ട്രീംസിനെ മറ്റു ഫയലുകളുമായി ബന്ധിപ്പിക്കാനാവും. ഈ നടപടിക്രമത്തെയാണ് റീഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ 3 സ്ട്രീംസിൽ എങ്ങനെയാണ് റീഡയറക്ഷൻ നടത്തുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിംഗ് എങ്ങനെയാണ് റീഡയറക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഫയലിൽ നിന്നും സ്റ്റാൻഡേർഡ് ഇൻ റീഡയറക്ട് ചെയ്യുന്നു. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു ഫയലിലുള്ള വരികളുടെയും വാക്കുകളുടെയും ക്യാരക്ടറുകളുടെയും എണ്ണം കണ്ടെത്തുക എന്നതാണ് WC കമാൻഡിന്റെ ഉപയോഗം എന്ന് നമുക്കറിയാം. ടെർമിനൽ വിൻഡോയിൽ WC എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എന്റർ അമർത്തുക. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നു. അതിനർത്ഥം നമ്മുടെ കീബോർഡിലൂടെ എന്റർ ചെയ്യണമെന്നാണ്. കുറച്ച് വാക്കുകൾ എന്റർ ചെയ്യുക. ഉദാഹരണമായി ദിസ് ട്യൂട്ടോറിയൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പോൾ എന്റർ അമർത്തുക. ഇപ്പോൾ Ctrl+D കീകൾ ഒരുമിച്ച് അമർത്തുക. ഇപ്പോൾ നമ്മൾ എന്റർ ചെയ്ത വരികളിൽ കമാൻഡ് പ്രവർത്തിക്കും. കമാൻഡ് ടെർമിനലിൽ ഒരു ഔട്ട്പുട്ടും ലഭിക്കും. ഇവിടെ WC കമാൻഡ്സിന് ശേഷം ഫയൽ നെയിം ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. അതിനാൽ ഇത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമിൽ നിന്നും ഇൻപുട്ട് എത്തുന്നു. ഡീഫോൾട്ടായി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം ഇപ്പോൾ കീബോർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ WC കീബോർഡിൽ നിന്നും ഇൻപുട്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ WC സ്പേസ് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്പേസ് test1 ഡോട്ട് ടെക്സ്റ്റ് എന്താണ് സംഭവിക്കുക? WC നമ്മളോട് ഫയലിൽ test1 ഡോട്ട് ടെക്സ്റ്റിലുള്ള വരികളുടെയും വാക്കുകളുടെയും ക്യാരക്ടേഴ്സിന്റെയും എണ്ണം പറയും. ഇപ്പോൾ ടൈപ്പ് ചെയ്യുക WC സ്പേസ് test1 ഡോട്ട് ടെക്സ്റ്റ്. നമ്മൾ അതേ റിസൾട്ട് തന്നെ കാണുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം? നമ്മൾ WC സ്പേസ് test1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് എഴുതിയപ്പോൾ കമാൻഡ് ഫയൽ test1 ഡോട്ട് ടെക്സ്റ്റ് തുറക്കുകയും അതിൽ നിന്നും റീഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മൾ WC സ്പേസ് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് test1 ഡോട്ട് ടെക്സ്റ്റ് എന്ന് എഴുതിയപ്പോൾ WCക്ക്
ഓപ്പൺ ചെയ്യുന്നതിനായി ഒരു ഫയലും ലഭിച്ചില്ല. അതിനു പകരം അത് സ്റ്റാൻഡേർഡ് ഇന്നിൽ നിന്നും ഇൻപുട്ട് എടുക്കുവാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നിനെ ഫയൽ text1.txt നയിച്ചു. അതിനാൽ കമാൻഡ് text1ൽ നിന്നും റീഡ് ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് ഇന്നിലേക്ക് ഇവിടെ നിന്നാണ് ഡാറ്റ വരുന്നത് എന്ന കാര്യം അറിയില്ല. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എങ്ങനെയാണ് റീഡയറക്ട് ചെയ്യുക എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് എററും എങ്ങനെയാണ് റീഡയറക്ട് ചെയ്യുക എന്ന് നോക്കാം. ഔട്ട്പുട്ട് അല്ലെങ്കിൽ എറർ ഒരു ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതിന് രണ്ട് വഴികളുണ്ട്. n ഫയൽ ഡീസ്ക്രിപ്റ്ററെ സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. n സിംഗിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഫയൽ ഡീസ്ക്രിപ്റ്റർ nൽ നിന്നും ഔട്ട്പുട്ട് ഒരു ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു. നിങ്ങൾ R ഫയലിൽ എഴുതാനുള്ള അതോറിറ്റി ഉണ്ടായിരിക്കണം. ഫയൽ നിലവിലില്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെടുന്നു. അത് നിലവിലുണ്ടെങ്കിൽ സാധാരണയായി നിലവിലുള്ള ഉള്ളടക്കവും മുന്നറിയിപ്പില്ലാതെ നഷ്ടപ്പെടും. n ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഫയൽ ഡീസ്ക്രിപ്റ്റർ nൽ നിന്നും ഔട്ട്പുട്ട് ഒരു ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുക കൂടി ചെയ്യും. ഇവിടെയും നിങ്ങൾക്ക് ഫയലിൽ എഴുതുവാനുള്ള അതോറിറ്റി ഉണ്ടായിരിക്കണം. ഫയൽ നിലവിലില്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെടുന്നു. അത് നിലവിലുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നിലവിലുള്ള ഫയലിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. n സിംഗിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റിലെയോ n ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റിലെയോ n ഫയൽ ഡീസ്ക്രിപ്റ്ററിനെ സൂചിപ്പിക്കുന്നു. അത് ഒഴിവാക്കിയാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അതായത് ഫയൽ ഡീസ്ക്രിപ്റ്റർ 1 എന്ന് കരുതാം. അങ്ങനെ വെറും ഒരു റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഇതിന് സമാനമാണ് 1 റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. എന്നാൽ എറർ സ്ട്രീം റീഡയറക്ട് ചെയ്യുന്നതിനായി നിങ്ങൾ 2 റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ 2 ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. പ്രായോഗികമായി ഇത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അവസാനത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് ഒരു ഫയലിലുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇന്നിലുള്ള WC കമാൻഡിന്റെ റിസൾട്ട് ടെർമിനൽ വിൻഡോയിലേക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുമെന്നാണ്. അത് ടെർമിനലിൽ ഡിസ്പ്ലേ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ വിവരങ്ങൾ പിന്നീട് ഉപയോഗിക്കാനാവും. ഡീഫോൾട്ടായി WC അതിന്റെ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ എഴുതുന്നു. സ്റ്റാൻഡേർഡ് വേർഡ് ഔട്ട്പുട്ട് ഡീഫോൾട്ടായി ടെർമിനലിൽ വിൻഡോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔട്ട്പുട്ട് ടെർമിനൽ വിൻഡോയിൽ കാണിക്കുന്നു. എന്നാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഒരു ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ അപ്പോൾ WC കമാൻഡ് നിലവിലുള്ള ഒരു ഔട്ട്പുട്ട് ആ ഫയലിൽ എഴുതുന്നു. നമ്മൾ ഇങ്ങനെ എഴുതുന്നു എന്ന് കരുതുക: WC സ്പേസ് test1.txt റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് WC റിസൾട്ട്സ് ഡോട്ട് ടെക്സ്റ്റ്. എന്റർ അമർത്തുക. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുവോ എന്ന് കാണുന്നതിനായി WC അണ്ടർസ്കോർ റിസൾട്ട്സ് ഡോട്ട് ടെക്സ്റ്റിന്റെ ഉള്ളടക്കം C-A-T കമാൻഡിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുവാനാകും. അതെ, അതിനു കഴിയും. നമുക്ക് അതേ ഡയറക്ടറിയിലേക്ക് മറ്റൊരു ഫയൽ test2 ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ നമ്മൾ വീണ്ടും test2 ഫയലിൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു WC സ്പേസ് test2.txt റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് WC റിസൾട്ട്സ് ഡോട്ട് ടെക്സ്റ്റ്. അപ്പോൾ ഫയൽ WC അണ്ടർസ്കോർ റിസൾട്ട്സിന്റെ ഉള്ളടക്കം തിരുത്തി എഴുതപ്പെടുന്നു. ഇത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ WC സ്പേസ് text1.txt റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് WC അണ്ടർസ്കോർ റിസൾട്ട്സ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് എഴുതിയാൽ കിട്ടുന്നതിന് പകരമായി ഫയൽ WC അണ്ടർസ്കോർ റിസൾട്ട്സ് ഡോട്ട് ടെക്സ്റ്റിന്റെ പുതിയ ഉള്ളടക്കം നിലവിലുള്ളത് തിരുത്തി എഴുതുന്നില്ല. അത് നിലവിലുള്ളതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇത് നമുക്കൊന്ന് നോക്കാം. ഇതേപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് എററും റീഡയറക്ട് ചെയ്യുന്നത്. ഏക വ്യത്യാസം ഈ കേസിൽ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഓർ ഡബിൾ റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് സൈനിന് മുൻപ് നമ്മൾ സ്റ്റാൻഡേർഡ് എററിന്റെ ഫയൽ ഡീസ്ക്രിപ്റ്റർ നമ്പർ സൂചിപ്പിക്കണമെന്നതാണ്. AAA എന്ന പേരിൽ ഒരു ഫയൽ ഇല്ല എന്ന് നമുക്കറിയാം. നമ്മൾ എഴുതുന്നു WC സ്പേസ് AAA. ഷെൽ എറർ കാണിക്കും നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ എറർ മെസ്സേജ് സ്ക്രീനിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക. അവ മറ്റേതെങ്കിലും ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുവാനാകും. ഇതിനായി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് WC സ്പേസ് AAA സ്പേസ് 2 റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ്. ഇപ്പോൾ എറർ ടെർമിനലിൽ കാണിക്കില്ല. പകരം അത് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ് എന്ന ഫയലിൽ എഴുതുന്നു. ഇത് നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് കാണാം. CAT സ്പേസ് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ്. ഇപ്പോൾ ഞാൻ കമാൻഡ് റൺ ചെയ്ത് മറ്റു ചില എറർ വരുത്തി എന്ന് വിചാരിക്കുക. CAT സ്പേസ് BBB സ്പേസ് 2 റൈറ്റ് ആംഗിൾഡ് ബ്രാക്കറ്റ് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ്. പഴയ എറർ തിരുത്തി എഴുതപ്പെട്ട് പുതിയ എറർ ആയിരിക്കും കാണിക്കുക. CAT സ്പേസ് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ് നോക്കുക. എന്നാൽ നമ്മൾ എല്ലാ എറേഴ്സും ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യുക?
നിസാരം, നമ്മൾ ഈ കമാൻഡ്സ് റൺ ചെയ്യണം. WC സ്പേസ് AAA സ്പേസ് 2 റൈറ്റ് ആംഗിൾഡ് ബ്രാക്കറ്റ് ടോയ്സ് എറർ ലോഗ് ഡോട്ട് ടെക്സ്റ്റ്. ഇതാ നമുക്ക് CAT കമാൻഡ്സ് ഉപയോഗിച്ചും പരിശോധിക്കാം. സ്റ്റാൻഡേർഡ് ഔട്ട്, സ്റ്റാൻഡേർഡ് ഇൻ, സ്റ്റാൻഡേർഡ് എറർ എന്നീ 3 സ്ട്രീമും എങ്ങനെയാണ് ഓരോന്നായി റീഡയറക്ട് ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സ്ട്രീംസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ്, അതായത് വ്യത്യസ്ത സ്ട്രീംസ് ബന്ധിപ്പിക്കുമ്പോഴാണ് ഈ ആശയത്തിന്റെ യഥാർത്ഥ ശക്തി അളക്കപ്പെടുന്നത്. ഈ നടപടിക്രമത്തെ പൈപ്പ് ലൈനിംഗ് എന്ന് വിളിക്കുന്നു. കമാൻഡുകളുടെ ചെയിനുകൾ നിർമ്മിക്കുവാൻ പൈപ്സ് ഉപയോഗിക്കുന്നു. ചെയിനിൽ ഒരു പൈപ്പ് ഒരു കമാൻഡിന്റെ ഔട്ട്പുട്ട് അടുത്ത കമാൻഡിന്റെ ഇൻപുട്ടായി കണക്ട് ചെയ്യുന്നു. ഇതുപോലിരിക്കും. കമാൻഡ് 1 വെർട്ടിക്കൽ ബാർ, കമാൻഡ് 2 ഹൈഫൻ ഓപ്ഷൻ വെർട്ടിക്കൽ ബാർ, കമാൻഡ് 3 ഹൈഫൻ ഓപ്ഷൻ 1 ഹൈഫൻ ഓപ്ഷൻ 2 വെർട്ടിക്കൽ ബാർ, കമാൻഡ് 4. നമുക്ക് നിലവിലെ ഡയറക്ടറിയിൽ ഉള്ള ഫയലുകളുടെയും ഡയറക്ടറികളുടെയും ആകെ എണ്ണം അറിയണമെന്ന് വിചാരിക്കുക. നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും? ls സ്പേസ് -l നിലവിലുള്ള ഡയറക്ടറികളിലുള്ള ഫയലുകളും ഡയറക്ടറികളും ലിസ്റ്റ് ചെയ്യും എന്ന് നമുക്കറിയാം. ഔട്ട്പുട്ട് നമുക്ക് ഒരു ഫയലിലേക്ക് റീഡയറക്ട് ചെയ്യുവാനാകും. ls സ്പേസ് -l റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഫയൽസ് ഡോട്ട് ടെക്സ്റ്റ് CAT സ്പേസ് ഫയൽസ് ഡോട്ട് ടെക്സ്റ്റ് റൺ ചെയ്യുക. ഓരോ വരിയും ഓരോ ഫയലിന്റെയും ഡയറക്ടറിയുടെയും പേരാണ്. അപ്പോൾ ഈ ഫയലിലെ ആകെ വരികൾ കണക്കാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ആവശ്യത്തിനായി നമുക്ക് ഫയൽസ് ഡോട്ട് ടെക്സ്റ്റ് ഉപയോഗിക്കാനാവും. WC സ്പേസ് -l ഫയൽസ് ഡോട്ട് ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിച്ചും നമുക്കിത് ചെയ്യുവാനാവും. ഇത് നമ്മുടെ ഉദ്ദേശം നടത്തുമെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യം നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫയൽ വേണം. ഇവിടെ ഫയൽസ് ഡോട്ട് ടെക്സ്റ്റ്. കമാൻഡിൽ വലിയ അളവിലുള്ള ഡാറ്റ ഉണ്ടായാൽ അത് അനാവശ്യമായി ഡിസ്ക് മെമ്മറി ഉപയോഗിച്ചേക്കും. കൂടാതെ നമ്മൾ വിവിധ കമാൻഡ് ചെയിനായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രീതി വളരെ സ്ലോ ആണ്. ഇത് പൈപ്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാനാവും. നമ്മൾ എഴുതുന്നു ls സ്പേസ് -l വെർട്ടിക്കൽ ബാർ WC സ്പേസ് -l. അപ്പോൾ നമുക്ക് അതേ റിസൾട്ട് വളരെ എളുപ്പത്തിൽ കിട്ടുന്നു. ls കമാൻഡിന്റെ ഔട്ട്പുട്ട് കമാൻഡ് l ws കമാൻഡിന്റെ ഇൻപുട്ടായി മാറുന്നു. പൈപ്സ് ഉപയോഗിച്ച് നമുക്ക് കമാൻഡുകളുടെ ദീർഘമായ ഒരു നിര തന്നെ ചേർക്കാവുന്നതാണ്. പല പേജുകളിലായി ഡിസ്പ്ലേകൾ വായിക്കുക എന്നതാണ് പൈപ്സിന്റെ പൊതുവായ ഒരു ഉപയോഗം. cd സ്പേസ് /user/bin എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ bin ഡയറക്ടറിയിലാണ്. ഇപ്പോൾ നമ്മൾ ls -l റൺ ചെയ്യുക. നമുക്ക് ഔട്ട്പുട്ട് വ്യക്തമായി കാണുവാൻ കഴിയില്ല. എന്നാൽ അത് നമുക്ക് പൈപ്പുമായി ചേർത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ലിസ്റ്റിലൂടെ താഴേക്ക് വരാൻ എന്റർ അമർത്തുക. അതിൽ നിന്നും പുറത്തു കടക്കുവാൻ Q അമർത്തുക. ഫയലുകളുമൊത്ത് ജോലി ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ചില കമാൻഡ്സ് ആണ് ഇവ. ഇവ കൂടാതെ മറ്റു വളരെയധികം കമാൻഡ്സുമുണ്ട്. അതിലുപരി നമ്മൾ കണ്ട ഓരോ കമാൻഡ്സിനും മറ്റു പല ഓപ്ഷനുകളുമുണ്ട്. മാൻ കമാൻഡ് ഉപയോഗിച്ച് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. കമാൻഡ് പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി അവ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നതാണ്. ഇത് നമ്മളെ ഈ ട്യൂട്ടോറിയലിന്റെ അന്ത്യത്തിലെത്തിക്കുന്നു. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന്റെ ടാക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ ICPD. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സമാഹരിച്ചത് രവീന്ദ്രൻ മൂവാറ്റുപുഴ. കൂടാതെ സ്റ്റാർ സുരേഷ് പാലക്കാട് സൈൻ ഓഫ് ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.